രാത്രി 11 മണി നമ്മളൊരു വർക്കിന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ലൈഫ് ഓഫ് തൊഴിൽ എന്ന് പറഞ്ഞൊരു ബ്ലോഗറുണ്ട് തൊഴിൽ. ഇപ്പം പുള്ളിക്ക് നല്ലൊരു പ്രൊമോഷൻ്റെ വർക്കുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നാളെ രാവിലെ പോകണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ കുറച്ച് സംഭവങ്ങൾ കൊണ്ട് നമ്മൾ ഇന്ന് രാത്രി തന്നെ പോകണം. അപ്പോൾ രാത്രി അവിടെ ചെന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ ഷൂട്ട് വേണം. അപ്പോൾ നമ്മൾ ഡ്രോണിൻ്റെയും ഒക്കെ ആള് ഷാഹിദ് അവനൊക്കെ രാവിലെ എത്തത്തുള്ളൂ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലമാണ്, ഹൈ റേഞ്ച് ട്രിപ്പ് റിസ്ക് ആണ്. ഇടുക്കിയിലുള്ള ലവ് ഹിൽസ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. നല്ല മഴയായിരുന്നു രാവിലെ തന്നെ. അപ്പം ഷാഹിദ് ആലപ്പുഴയിൽ നിന്ന് രാവിലെ 5 മണിക്ക് പോന്നിട്ട് 8 മണിയായപ്പോഴത്തേന് ഇവിടെ എത്തി. ഇപ്പം ബാക്കി കാണുന്നതാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ. ഇന്നലെ രാത്രി 2 മണി 3 മണി ഇവിടെ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റിയില്ല. അല്ല 32 കിട്ടുമോ? അപ്പോൾ ഷാഹിദിൻ്റെ ഡ്രോണായിട്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ എൻഡി ഇട്ടിട്ടുള്ള പുറത്താനുള്ള പ്ലാനിലാണ്. ഈ എൻഡിൻ്റെ പ്രശ്നം എന്നറിയോ, ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഷാഹിദിൻ്റെ എത്ര എൻഡി ഉണ്ട്? 3 എൻഡി. എൻ്റെ 1 എൻഡി ഉള്ളൂ. ഡ്രോൺ ഏതായിരുന്നു? ബിജെൻ്റെ എയർ 3S ആണ് ഷാഹിദിൻ്റെ കയ്യിലുള്ള ഡ്രോൺ. നമ്മൾ കുറച്ച് നേരമായിട്ട് ഈ സാധനം പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് മോശമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻഡി എടുത്തിടാനുള്ള പ്ലാനാണ്. കാറ്റത്ത് പറത്തിയിട്ട് എങ്ങനെയുണ്ട്? കാറ്റത്ത് പറത്തിയിട്ട് വലിയ കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം വിൻഡൊക്കെ റെസ്റ്റ് ചെയ്ത് എന്നാലും നമുക്ക് ഷോട്ട് എടുത്ത് താങ്ക് യു. നമ്മൾ എൻഡി ഇട്ടിട്ട് 1/100 ഷട്ടർ സ്പീഡ് ഇട്ട് ISO അന്നേരം ഓട്ടോയിൽ ഇട്ടാലേ ഓട്ടോ ഇടാം. ചേഞ്ച് ആവുന്നതനുസരിച്ച്. റിസോർട്ട് എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ഇതാ നിൽക്കുന്നതാണ് നമ്മുടെ ക്ലയൻസ്. ബ്ലോഗറാണ് ലൈഫ് തൊടുപുഴ. ലൈഫേ ഒന്ന് കൈ കാണിച്ചേ. നമസ്കാരം. ഈ ഹോം പോയിന്റ് എന്താ സംഭവം? ഹോം പോയിന്റ് നമ്മൾ എവിടെ നിന്നാണോ പറത്തുന്നത് അവിടെ തന്നെ തിരിച്ച് വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതുപോലെ ഹോം പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കണ്ട് ഇറക്കാനും പറ്റും. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വലിയ വലിയ മലയോടെയൊക്കെ പറക്കുവാണെങ്കിൽ എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റും. കോടയൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുവാണെങ്കിലും അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഹോം പോയിന്റിൽ ഓട്ടോമാറ്റിക് ലാൻഡ് ചെയ്യും. ഓഹോ. അപ്പോൾ നമ്മളിതിന് ഡ്രോൺ പുറത്തുള്ള സെറ്റപ്പാണ്. വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് നല്ല സീനാണ്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സീനൊന്നുമില്ലല്ലോ ഇപ്പോൾ വലിയ സീനില്ല. കുറച്ച് മുമ്പ് നല്ല കാറ്റായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ മൂവ്മെൻറ്റ് ആദ്യം ഡ്രോണിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഡയലോഗ് പറഞ്ഞത്. ഓക്കെ, റെഡി അല്ലേ? കയ്യിൽ തോളത്ത് കഴിഞ്ഞിട്ടല്ലോ തന്നെ. ഡ്രോണെ നോക്കിയിരുന്നു. ഓക്കെ, റെഡി, 3, 2, 1 ആക്ഷൻ. ഓ സീനാണ് കാറ്റുള്ളപ്പം. ഇപ്പൊ മറ്റേ സെയിൻ വാലിക്ക് തെറ്റേ പുരികത്തെ വരയിട്ട് വരയൊക്കെ കിട്ടിയാലോ മുഖത്തോടെ. കാത്തോണോ എന്നാറ്റി മഴ? ഇമ്മീഡിയറ്റ്ലി ആൻഡ് റിട്ടേൺ ടു ഹോം മാനുവൽ എന്ന് വെച്ചാൽ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് സാധനം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിനക്ക് സാധനം തിരിച്ചു കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പഠിക്കുന്നില്ലേ എന്നാണ് ഡ്രോൺ പറയുന്നത്. എത്ര 75 km/h? അത്രയും വരെ സ്പീഡ് കയറുന്നു. മൊത്തം കൊടുക്കാത്ത വേറൊന്നുമല്ല, വിൻഡ് ഉള്ളതുകൊണ്ടിട്ട് ഫ്ലിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്ലിപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ്. ഓ, ഇതാണ് ലൈഫിന്റെ വൈഫ്. അതെ. അയ്യോ, ഡ്രോണിന് അത്ര മനസ്സിലാത്തൊന്നുമില്ല. കറങ്ങിട്ട് കെട്ടിപ്പിടിക്കാം, അത്രേ ഉള്ളൂ. വേറെ സീനൊന്നുമില്ല. കൂളിപ്പാലിട്ടോ? അതെ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിക്ക് സാധനം കിട്ടിയില്ലേ? അതെ, എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി വേറെ ലെവലിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു നേച്ചറിന്റെയാണ് ഏറ്റവും വലിയ. അയ്യോ, മഴ ആട്ടെ, കുഴപ്പമില്ല. മഴയാ. നമുക്ക് എന്തായാലും ഷോട്ട് കംപ്ലീറ്റ് ചെയ്യല്ലെങ്കിൽ പിന്നെ ആ ഷോട്ട് ഇനി എന്തായാലും കിട്ടത്തില്ല. കറക്റ്റ് മഴ. സാധനം വേണ്ട നിങ്ങക്ക്? വെറൈറ്റി സാധനം എടുത്തോണ്ടിരിക്കാൻ ഗ്ലോബൊക്കെ എടുത്തോണ്ടിരിക്കുക. ചുമ്മാ എന്തെങ്കിലും കട്ടിക്കുട്ടിയാ മതിയോ? അല്ലെ നിങ്ങൾക്ക് ഇത്ര എടുക്കാൻ സമയമെങ്കിലും കിട്ടിയിട്ടോ. അപ്പം നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം ദോസ് ഹൂ ആർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് മൈ ക്യാമറ ഗിയർ, ഇതാണ് കാനോൻ്റെ R6 Mark 35 ലെൻസ്. പിന്നെ ഇവിടത്തിലൊരു H&Mൻ്റെ റെവോറിംഗ് എന്ന് പറഞ്ഞൊരു ND ഫിൽറ്ററാണ്. BJൻ്റെ RS4. പിന്നെ ഷാനിദ് ഇവിടെ Air 3S. എന്നാണ്ട് വിശേഷം? രാവിലെ ആലപ്പുഴയിൽ നിന്ന് 2 മണിക്കൂർ മാത്രം ഇറങ്ങിയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ്. പക്ഷേ ഇവിടുത്തെ വിഷ്വൽ കണ്ടപ്പോൾ ഉറക്കമുണ്ട്.